ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ തമ്മിൽ പല കണക്കുകളും ഉണ്ട്. പക്ഷേ അതൊക്കെ തീർക്കാൻ എന്റെ മോളെ ആയുധമാക്കിയ പഴയ ഭർത്താവിന്റെ അനിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല. തീർത്ത് കളയും നിന്നെ. നിങ്ങക്ക് പേടിയുണ്ടല്ലേ? ചിപ്പിമോള് കൈവിട്ടു പോകുന്നു. സത്യങ്ങൾ മനസ്സിലാക്കുമ്പോ അവള് നിങ്ങളെ വെറുക്കുമെന്ന് നിങ്ങളിപ്പോ ഭയപ്പെടുന്നു. അതാ നിങ്ങൾ ഇങ്ങനെ ഈ നടുറോഡില് ഈ ഷോ കാണിക്കുന്നതിന് കാരണം. പേടിയോ? എന്റെ കുഞ്ഞ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവളെയാ. ഇനി എന്റെ മോളുടെ പുറകെ വന്നാ ഈ അവന്തിക ആരാണെന്ന് നീ അറിയും. അവന്തിക വെറുമാക്ക് പറയില്ലെന്ന് നിനക്കറിയാലോ. എന്നാ കേട്ടോ, ചിപ്പിമോള് ഇനിയും ഞാൻ കാണും, അവളോട് സംസാരിക്കും, കൂട്ടുകൂടുകയും ചെയ്യും. അവൾ എന്നെ സച്ചിയങ്ങളെന്ന് വിളിച്ചാ എവിടെയാണെങ്കിലും ഞാൻ ഓടിയെത്തി അവളെ കാണുകയും ചെയ്യും. എന്ത് ചെയ്യും നിങ്ങള്? അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ചിലപ്പോ നിങ്ങൾക്ക് എന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കും. എന്നാലും ആ കുഞ്ഞ് നിങ്ങളെ വെറുക്കും. ഇല്ല, അവൾ എന്റെ മോളാ. ഞാനല്ലാതെ മറ്റാരും അവളെ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. പ്രത്യേകിച്ച് നീ. നിങ്ങൾ അവളുടെ വളർത്തമ്മയായിരിക്കും. പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, അച്ഛനായും അമ്മയായും എത്ര ചമയാൻ ശ്രമിച്ചാലും എത്ര സ്നേഹം നൽകാൻ നോക്കിയാലും അതൊന്നും ഒരിക്കലും യഥാർത്ഥ അച്ഛന്റെ അമ്മയുടെ സ്നേഹത്തോളം അതിനി വരില്ല. ദത്തെടുത്തന്റെ അവകാശം മാത്രമേ നിങ്ങൾക്കുള്ളൂ. പെറ്റമ്മയോളം വരില്ല ഒരു പോറ്റമ്മയും. അത് നിങ്ങൾ മറക്കണ്ട. ഇതുവരെ ചിപ്പിയെ ഞാൻ ആയുധമാക്കിയിട്ടില്ല. എന്റെ മോളെപ്പോലെ മാത്രമേ ആ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ചിപ്പിമോള് നിങ്ങളെ ഇപ്പൊ വെറുത്തു തുടങ്ങി. നിങ്ങളുടെ സ്നേഹത്തിന്റെ കാപട്യം മനസ്സിലാക്കി തുടങ്ങി. ഇനി നിങ്ങൾ പേടിക്കും. പരസ്യമായിട്ട് ആ കുഞ്ഞു പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? അവളുടെ മനസ്സിലെ അച്ഛന്റെ റോൾ മോഡൽ ഞാനാണെന്ന്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ആ കുഞ്ഞിന് നൽകുന്ന സ്നേഹം കലർപ്പില്ലാത്തതായതുകൊണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം വിഷം കലർന്നതാണെന്ന് ആ കുഞ്ഞിപ്പം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാ ആ കുഞ്ഞ് അനാഥയാണെന്ന് അവൾക്ക് തോന്നിയത്. സ്റ്റേജിൽ നിന്ന് അവൾ അത് ഉറക്കെ വിളിച്ചു പറഞ്ഞതും. അന്നവിടെ കുട്ടികളുടെ കൂവലിന്റെ നടുവിൽ നാണം കെട്ടത് മറന്നുപോയ നിങ്ങള്. ഇനി നിങ്ങൾ അവളെ എത്ര ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാലും അവൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. ജന്മം നൽകിയ അച്ഛനെയും അമ്മയും കാണാൻ ആ കുഞ്ഞു മനസ്സ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്നായാലും അവൾ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. അതൊരു പ്രപഞ്ച സത്യ. പിന്നെ ചിപ്പിമോളെ സ്നേഹിക്കുന്നതിന് എനിക്ക് നിങ്ങളുടെ സമ്മതം ആവശ്യമില്ല. നിങ്ങൾ എത്ര തടയാൻ ശ്രമിച്ചാലും ചിപ്പിമോൾക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ദാ എന്റെ ഹൃദയം കൊണ്ടാ. സേതുമാധവന്റെ മകനെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് ഈ ജന്മത്തെ സാധിക്കില്ല.